അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എന്താ കവറിൽ കൂട്ടാനാക്കണമെന്ന് അറിയുമോ? ഒന്ന് നമുക്ക് ഇവിടെ തൃശ്ശൂർ നമ്മുടെ അത്താണി മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് നമുക്ക് ചോറ് കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാഴാനിയിലാവുമ്പോൾ ഇതുപോലെ 2 പൊതി ചോറ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ കൊടുക്കുന്നത്. നമ്മൾ കുമ്പളങ്ങാടാകുമ്പോൾ താമസിക്കുമ്പോൾ ഈ വക പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിട്ട് ഇവിടുത്തെ ചെക്കന്മാരുണ്ടല്ലോ, അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ 2 പൊതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഴാനിയിലാവുമ്പോൾ 2 പൊതി തന്നെ കേട്ടോ കൊടുത്തിരുന്നത്. ചിലർ 3 പൊതി 4 പൊതി 5 പൊതിയൊക്കെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ ചോറൊക്കെ വെച്ചു. ചോറ് പിന്നെ ഇതാ ബീട്രൂട്ട് ഉപ്പേരി പിന്നെ പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടൊരു കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും മാങ്ങച്ചാറും കറിയാണ് കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ചോറ് പൊതിയണതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. എനിക്കറിയില്ല. പിന്നെ വാഴയിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ആരും വാഴയിലൊന്നും വെക്കുന്നില്ല. ഇത് കവറിലാക്കിയിട്ട് പേപ്പറിൽ പൊതിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ അത് കാരണം നമ്മൾ വാഴയിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊതിഞ്ഞു. അപ്പോൾ പൊതിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വലിയൊരു പൊതി പോലെ തോന്നിയിട്ടാ. പിന്നെ രണ്ടാമത്തെ പൊതി നമുക്ക് പൊതിയുമ്പോൾ ഒന്ന് ഒതുക്കി പൊതിയാന്ന് വിചാരിച്ചു. എങ്ങനെ ചോറും പൊതിയണത് ഒരു സംഭവമാണ് കേട്ടോ. അറിയണില്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എത്ര ഒതുങ്ങിയിട്ടുള്ളല്ലേ പൊതി ഉണ്ടാവുക നമുക്ക് കിട്ടണത്. പക്ഷെ എനിക്ക് അറിയണില്ല കേട്ടോ എങ്ങനെ പൊതിയാന്നൊന്നും അറിയണില്ല. അപ്പോൾ എനിക്ക് അറിയണ പോലെയൊക്കെ പൊതിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വാഴാനിയിലാകുമ്പോൾ വാഴയുടെ ഇലയൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് കൊടുക്കാറ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയണത്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഷീറ്റ് കണ്ട വെള്ള അതിൽ ആകുമ്പോൾ പിന്നെ വാഴയുടെ ഇലയുടെ ആവശ്യമില്ല അത്ര. അപ്പോൾ പിന്നെ ഞാൻ ഇല ഒന്നും മുറിക്കാൻ പോയില്ല കേട്ടോ. പിന്നെ രാവിലെ ആയിരുന്നു കുട്ടികൾ തന്നെ സ്കൂളിലേക്ക് വിടേണ്ട തിക്കും തിരക്കും. പിന്നെ റഷിക്കില്ലല്ലോ പിള്ളേരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ആകെ തിക്കും തിരക്കല്ലേ. അപ്പോൾ പിന്നെ ഇല മുറിക്കാനൊന്നും പോയില്ല. എല്ലാവരെയും പിള്ളേരെ കൊണ്ടാക്കണേക്കാളും മുന്നേ തന്നെ എൻ്റെ ചോറൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ പൊതി അയച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഒതുക്കി കെട്ടിയിട്ടാണ്. എങ്ങനെ കെട്ടിയാലും എനിക്ക് തൃപ്തി വരുന്നില്ല, അറിയണില്ല കെട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കെട്ടി പിന്നെ നൂലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അവർ വരുമ്പോൾ ഒരു 10 മണി 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ 9:30 9:45 ആകുമ്പോഴേക്കും വരാറുണ്ടായിരുന്നു. കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വേറൊരു പണിയും കൂടി കുഞ്ഞിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ കൊലപാതകം നടക്കുന്നുണ്ട്. കുഞ്ഞ് കുറേ പേരേനെ തല്ലി കൊന്നിട്ടുണ്ട്. അതാരാന്ന് ഞാൻ കാണിച്ചു തരാം. പഠിക്കില്ല, ഇവിടെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട കുട്ടി വെച്ചിട്ടുണ്ട്. ഹേയ് പിടിക്കാടാ, വീണ്ടും കൊന്നു കുട്ടി വെച്ചു. ഇനി അതൊക്കെ ഞാൻ അവന് പൊരിച്ചു കൊടുക്കും. ഇല്ലേ ഇല്ലേ കുഞ്ഞോ? ഹേയ് നോക്കണ്ട, അടുത്തന്നെ പിടിക്കാൻ പോവാട്ടാ. അതിനെ കിട്ടിയില്ല. ഇന്ന് കുഞ്ഞോന് കൊതുക് ഫ്രൈ ആണ്. എടാ പഠിക്കടാ, ഫാൻ ഇട്ടിട്ടേ. അപ്പൊ പറന്നു നോക്കട്ടെ. കൊതുവാണെങ്കിൽ ഇതാ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. എന്നെ കൊന്നോ പറഞ്ഞിട്ട്. ബെഡ്ഷീറ്റ് മാറ്റണം. അപ്പടി പുറത്ത് പോയി കളിക്കുക, അങ്ങോട്ട് കേറുക. എന്നടിക്കേ കിട്ടി ചാൻസ് മുതലാക്കുക അല്ലേ? കൊതു വന്നിട്ട് ഇരിക്കുമ്പോ എന്നോടേ ഒരുപാട് പേര് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. എല്ലാരോടും എന്താ പറയാള്? എല്ലാരോടും താങ്ക് യു. അന്ന് നമ്മള് അങ്ങനെ കുറച്ച് ദിവസം മുന്നേ പിറന്നാളാ പറഞ്ഞിട്ടപ്പോ തുടങ്ങി എല്ലാരും വിഷയിലാട്ടാണ്. ഇതാ അടിക്കണോ ചമ്മരും മരണം വിഷയിലാണ്. ബുക്ക് കൊണ്ടടിക്കരുത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. പക്ഷെ മോളെ ഇന്ന് വെല്ലിക്കാക്കുണ്ടല്ലോ കൊതുക് ഫ്രൈയാ. നമ്മള് തുണികളൊക്കെ തോരടട്ടാ. വൈകുന്നേരത്താണ് തോരടുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പകല് നല്ല മഴയായിരുന്നു. പിന്നെ പകലിങ്ങനെ ഉമ്മറത്ത് കൂടെ തുണികളിടുമ്പോ ഒരു സുഖമില്ല. ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാല് എന്താ പറയാ, ഇങ്ങനെ ഇതൊക്കെ കാണില്ലേ, ഉമ്മറത്തിട്ട് ഇതൊക്കെ കാണില്ല വെച്ചിട്ട് പകലിടാണത് ഇഷ്ടമല്ല കേട്ടോ. കാരണം ഇപ്പൊ വൈകിട്ടാണ് ഇടുന്നത്. കുറച്ചൊക്കെ ഇനി റൂമിലിടും. കുട്ടികളുടെ യൂണിഫോം അങ്ങനെയുള്ളതൊക്കെ റൂമിലിടും. അപ്പൊ ഇന്ന് മഴയും വെയിലും കൂടിയിട്ടായിരുന്നു. ഒന്ന് കുറുക്കന്റെ കല്യാണമായിരുന്നു തോന്നുന്നുണ്ട്. നമ്മുടെ അകത്തൊക്കെ ക്ലിയർ കുറവാട്ടോ. എന്നാലും നിങ്ങളെല്ലാരും ക്ഷമിക്കുക, നമ്മുടെ വീഡിയോ ഒക്കെ കാണുക. വേറെ ഒന്നല്ല, ഞാൻ നിങ്ങളതിനൊന്നും ആരെയും കുറ്റം പറയില്ല. എന്താ വെച്ച് കഴിഞ്ഞാ നമ്മുടെ കുഴപ്പം തന്നെയാണ്. നമ്മള് വീഡിയോ ഒന്നും കറക്റ്റ് ആയിട്ട് ഇടുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വർത്താനം പറയാനും കൂടി അറിയാത്ത ഒരവസ്ഥയൊക്കെയാണ്. എന്താന്ന് അറിയില്ല. അപ്പൊ വീഡിയോയിലൊന്നും അങ്ങനെ വർത്താനം പറയാനൊന്നും അറിയണില്ല. എന്തോ കണ്ണ് തട്ടി തോന്നുന്നുണ്ട്.
അത് കാരണമാണ് ഞാന് വീഡിയോ എടുക്കുമ്പോ ഒക്കെ തെറ്റാണ് പറയണത്. പറയാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും പറയണില്ല, വിചാരിക്കാത്ത ഓരോ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയും ചെയ്യും. ചിലപ്പോ പറഞ്ഞാൽ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പൊ നിങ്ങക്ക് ബോറടിക്കും. അത് കാരണം എനിക്ക് ദേഷ്യം വരും കേട്ടോ ചില സമയത്ത് വീഡിയോ ഇടാനൊക്കെ. അപ്പൊ പിന്നെ വിചാരിക്കും, പിന്നെ കൊറേയൊക്കെ നമ്മുടെ ഡിപ്രഷനാണ് നമുക്കിപ്പോ. എന്താ വെച്ച് കഴിഞ്ഞാ ടെൻഷനും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് തോന്നും വീഡിയോ ഇടണ്ടെന്നൊക്കെ തോന്നും. പിന്നെ 2 മണിയായാൽ തോന്നും കേട്ടോ ഒരു വിഷമം വരും. 2 മണിയായി കഴിഞ്ഞാൽ അയ്യോ ഇന്ന് വീഡിയോ ഇട്ടില്ലല്ലോ, 2 മണിയായില്ലേ എന്നുള്ളൊരു ഇടങ്ങറുണ്ടാവും ട്ടാ. എന്നാലും ചിലപ്പോ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോ എടുത്തതൊന്നും ക്ലിയർ ഉണ്ടാവില്ല. ചിലപ്പോ എന്നെ കാണുമ്പോ എനിക്ക് തന്നെ ദേഷ്യം വരും, അപ്പൊ ഞാൻ വീഡിയോ ഇടില്ല കേട്ടോ. അങ്ങനെയൊക്കെ കൊറേയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തായാലും വിചാരിച്ചു വീഡിയോ എടുക്കാം. നമ്മുടെ വ്യൂസ് ഒക്കെ പോയി, നമുക്ക് നല്ല അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയാ കുഴപ്പം കൊണ്ട് തന്നെ വ്യൂസ് ഒക്കെ കുറഞ്ഞപ്പോ എനിക്ക് സങ്കടമായിട്ടാ. നമ്മുടെ ഫാമിലിയിലത്തെ ആൾക്കാർ കുറഞ്ഞു വരുമ്പോ ഒരു സങ്കടം. പിന്നെ രേഷിക്ക ഇന്ന് ഇവിടെ ഇല്ല കേട്ടാ. രേഷിക്ക ഇന്ന് എന്താ പറയാ ഇങ്ങോട്ട് പോയേക്കാണ്, കോഴിക്കടയിലേക്ക് പോയേക്കാണ്. എന്താ ഇന്ന് പണിയുണ്ട്. അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെല്ലാൻ പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ നമ്മള് കുട്ടികളുടെ ട്രൗസറുകളും ഷെഡികളൊന്നും ഇവിടെ ഇടില്ല കേട്ടോ. അതൊക്കെ അപ്പുറത്തെ ഇടുള്ളൂ, ബാക്കിലിടുള്ളൂ. അതൊന്നും റൂമിലിടില്ല കേട്ടോ. എല്ലാവരുടെയും, കുട്ടികളുടെ മാത്രല്ല എല്ലാവരുടെയും റൂമിലിടില്ല. ഇനി അത് കണി കണ്ട് നീക്കണ്ട വിചാരിച്ചിട്ട്, അന്നത്തെ ദിവസം കളയണ്ട വിചാരിച്ചിട്ട്. ചിലപ്പോ ഇവര് പറയും അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് പരീക്ഷയ്ക്ക് പോയപ്പോ ഒന്നും എഴുതാൻ കിട്ടിയില്ലെന്ന്, എനിക്കും എന്നെ അതുമിൽക്കല്ലേ നോക്കി എന്നൊക്കെ പറയും. ഇവരൊക്കെ ആൾക്കാരെ ആരെ മുതലിച്ചിട്ടായി കുഞ്ഞൊക്കെ വിചാരിക്കണ പോലെ നല്ല കുഞ്ഞൊരു സംഭവം. ആച്ചൂട്ടൻ ഇരുന്ന് പഠിക്കട്ടെ, നല്ല കുട്ടിയാണ്. ആച്ചൂട്ടൻ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് പഠിക്കണ്ട്. എന്താ പഠിക്കണെന്നാവുന്നത് നോക്കിയിട്ടൊന്നുമില്ല, നോക്കണം. പിന്നെ അടുക്കളൊക്കെ നമ്മുടെ സെറ്റ് ആയിട്ടിരിക്കണത്. കുറച്ച് ബിരിയാണി ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ ബാക്കി, അത് ചൂടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കണം. ഉച്ചക്ക് ഇവന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇവന് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും. അപ്പൊ അവർക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ച് കൊടുക്ക എന്ന് വിചാരിച്ചിട്ട് അവന് കൊടുത്തില്ല കേട്ടാ. വൈകിട്ട് തരാ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ വീഡിയോ മാക്സിമം എല്ലാരും കണ്ടിട്ട്, ഇടുന്ന വീഡിയോ മാക്സിമം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. എന്തായാലും നമ്മള് ചാനലൊക്കെ തുടങ്ങിയതല്ലേ, നിങ്ങളതിനൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യാം എന്നെ. ഞാൻ പാവല്ലേ. നല്ല പാട്ടൊക്കെ പഠിച്ചിട്ട്, നല്ല പാട്ടാട്ടാ നബിദിനത്തിന് പാടാനുള്ളത്. എന്താ പാട്ടാ. അപ്പൊ പഠിക്കാണ് ഇപ്പൊ. തല്ലൂട്ടം നടക്കണ്ട്, പഠിപ്പ് നടക്കണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കേൾപ്പിച്ചുതരാം. റസൂലിന്റെ ചൂടേറ്റ ഗേഹം മലക്കൽമുത്തിന്റെ വിരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം. പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ് മലരമുത്തിനെ നോക്കിയ നേരം. ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, ഉടലായ മകളും ഉരുകുന്ന കണ്ടു. മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട, മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട. വിതുമ്പു നബിയൂര് തുളുമ്പുന്ന മിഴിനീരെ ഒപ്പിയെടുത്തൊരു ചുവരാണാ സ്വർഗക്കൂട്. ഒപ്പിയെടുത്തൊരു ചുവരാണാ സ്വർഗക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ. മുച്ചി കണ്ടവരോട് നിന്ന് ആടേട്ടോ മുച്ചി. അല്ലമ്മ വർത്താനം പറയാട്ടാ ഇരുന്നിട്ട്. എന്താ ചെയ്യാ, വല്ലാത്ത മതി. അതിന്റെ പഠിത്തൊക്കെ കഴിഞ്ഞു. നാളെ ഇംഗ്ലീഷ് പരീക്ഷ, അതിന് മലയാളം പഠിച്ചു. അതെ, മലയാളം പരീക്ഷ ആച്ചിട്ട് ഇംഗ്ലീഷ് പഠിച്ചു അല്ലെ? അല്ല, ഇംഗ്ലീഷ് പരീക്ഷ മലയാളം പഠിച്ചു. ഒരാൾക്ക് ഇംഗ്ലീഷാണ് പരീക്ഷ, എന്നിട്ട് കുഞ്ഞു അത് ഇങ്ങനെ എല്ലാവരും കുറ്റം പറയും. അവന് ഇംഗ്ലീഷ് പരീക്ഷ, അവ അത് കൊണ്ടിങ്ങനെ നടക്കുക. എങ്ങനെ ഞാനൊരു മാക്സിമം മാർക്ക് ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇംഗ്ലീഷ് ആയ കാരണം
നോക്കിയാ തോർത്തിന്റെ നൂല് പിടിച്ചിരിച്ചിട്ട് കാട്ടിച്ചിക്കണ്. എന്താ എങ്ങനെ മാർക്ക് മേടിക്കുന്നു പറഞ്ഞിട്ടാ നടക്കണത്. ഓണപരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് ഇല്ലെങ്കിൽ ഉണ്ട് ഇവിടെ ഒരു അടിയുടെ പെരുന്നാള്. ട്യൂഷനൊക്കെ കൊണ്ടാക്കിയിട്ട് മാർക്ക് ഇല്ലെങ്കിൽ ഉണ്ട് കുഞ്ഞോന്. മടിയൻ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? കുറച്ച് വിശേഷങ്ങളുള്ളൂ. നിങ്ങൾ അതിനെ ആരെയും ബോറടിപ്പിക്കാതെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടാ. അതായത് ഒരു 7 മിനിറ്റോ 8 മിനിറ്റോ ഒക്കെയാണ് നമ്മുടെ വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുക. വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യണം? അങ്ങോട്ട് നോക്കിട്ട് പറയും, നാണം കൊടുക്കാണ്ട് പറയും. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ എന്തായാലും പിന്നെ അങ്ങോട്ട് തട്ടിയിടുവാ. ഭയങ്കര നാണം കുടുങ്ങിയിട്ട് ആരും എന്തെങ്കിലും പറയും. നാണം കുടുങ്ങി ഇങ്ങനെ നിന്ന് അങ്ങനെ നിന്നിട്ടൊക്കെ വർത്താനം പറയുള്ളൂ. നല്ല സ്മാർട്ടായിട്ട് നിന്നിട്ട് സംസാരിക്കണം കുട്ടികള്. അല്ല പെൺകുട്ടികളെ പോലെ അല്ല ആൺകുട്ടികള്. അപ്പൊ എന്തായാലും നാളെ വരാട്ടാ. ഇനി ബാക്കിയുള്ളത് അവൻ ഒന്നും കൂടി ചീത്ത പറയാണ്ട് പോനെ കുറച്ച്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.